അങ്ങനെ മാങ്ങയുടെ സീസൺ ഇതാ ഓൾമോസ്റ്റ് ഇവിടെ കഴിയാനായി തുടങ്ങിയില്ലേ. ഞാനിതാ 3 ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാംഗോയുടെ ഒരു സിമ്പിൾ ഡ്രിങ്കാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. സിമ്പിളാണെങ്കിലും കഴിക്കാൻ ഭയങ്കര യമ്മി ആയിട്ടുള്ളൊരു ഐറ്റമാണേ. അതിനായിട്ട് ഞാനിവിടെ 3 പഴുത്ത മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്ക് മാംഗോ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. എനിക്കിതിങ്ങനെ വെറുതെ കഴിക്കാനും ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അരിയുമ്പോൾ ഞാൻ എന്താ ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ കഴിച്ചു നോക്കുന്നുണ്ട്. മധുരം കൊണ്ടോ നോക്കണമല്ലോ. അങ്ങനെ നമുക്ക് എല്ലാ മാങ്ങയും ഇങ്ങനെ തോല് ചെത്തിയെടുക്കണം. തോല് ഊരി കഴിഞ്ഞപ്പോൾ മാങ്ങയ്ക്ക് അങ്ങ് നാണായി തോന്നുന്നു. കയ്യിലെടുക്കുമ്പോൾ വഴുതി പോവുകയാണേ. അങ്ങനെ എല്ലാ മാങ്ങയും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കുക പറഞ്ഞാൽ ചുമ്മാ അരിഞ്ഞെടുക്കുമെന്നല്ല, കണ്ടില്ലേ ഇതാ അതിൻ്റെ ആത്മാവതിൽ നിന്ന് ഇങ്ങനെ ഊരിയെടുക്കുന്ന പോലെ അരിഞ്ഞെടുക്കണം. അങ്ങനെ അരിഞ്ഞെടുത്തതൊക്കെ ഞാൻ എന്താ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. നമ്മൾ ഈ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ ഈ കറക്റ്റായിട്ട് അടിയാണ്ട് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് എടുക്കാറില്ലേ, അതിന് ചെറിയൊരു ടിപ്പ് പറഞ്ഞിട്ടേ. ഒരുപാട് പേർക്ക് അറിയുന്നതൊക്കെയാണ്, എന്നാലും ഞാൻ പറയാൻ അറിയാത്തവരറിയട്ടെ. നമ്മൾ മാങ്ങയുടെ പീസസ് മാത്രം ആദ്യം ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് കിട്ടും. അതിൽ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായി അരഞ്ഞ് കിട്ടും. എന്നിട്ട് നമുക്ക് അതിലേക്ക് വെള്ളമോ പാലോ അതോ എന്താ വേണ്ടത് വെച്ചെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ മാങ്ങ അടിച്ചിട്ട് കണ്ടോ അതിൻ്റെ പൾപ്പ് മാത്രം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ പാലും പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് അടിച്ചെടുക്കുക. ഫസ്റ്റ് 2 കൂടെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ മുഴുവൻ ഞാനിവിടെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഈ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി കിട്ടാനുണ്ട്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകിട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ വരുമ്പോൾ നമുക്ക് ബാക്കി വേണ്ട ഒരു ഐറ്റം കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ പ്ലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അടുത്ത ഐറ്റത്തിൽ ചേർക്കുന്നത്. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ഐസ്ക്രീമാണ്. ഞാനാണ് അച്ഛനോട് പറഞ്ഞത് ബോൾ ഐസ്ക്രീം മതി. മറ്റേ ഐസ്ക്രീമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കും, അല്ലെങ്കിലേ പനിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഐസ്ക്രീം എടുത്തിട്ട് ഞാൻ അതിൻ്റെ മേലെ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ മാങ്ങയുടെ ജ്യൂസ് ഒരു ലെയർ, ഐസ്ക്രീമിൻ്റെ ഒരു ലെയർ, അങ്ങനെയായിട്ടാണ് നിൽക്കേണ്ടത്. പക്ഷേ ഞാൻ ആ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ ഐസ്ക്രീം അതിലിട്ടതേ കാണാനുണ്ടായിരുന്നില്ല. എവിടെയോ എന്തോ ഒരു വശപ്പശക് പോലെ. അപ്പോൾ ഞാനൊന്ന് ഗ്ലാസ് മാറ്റി നോക്കിട്ടോ. അപ്പോൾ ഗ്ലാസ് മാറ്റി നോക്കിയപ്പോൾ ഏകദേശം ഒരു ലെയറൊക്കെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ. കണ്ടില്ലേ, ഐസ്ക്രീം ഒരു ലെയർ, ജ്യൂസ് ഒരു ലെയറായിട്ട് അങ്ങനെ അത് നിൽക്കും. അപ്പോൾ ഞാൻ ബാക്കി ജ്യൂസും കൂടി അതിലേക്ക് ഒഴിച്ചു. എൻ്റെ കുഴപ്പം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അടിച്ചെടുത്ത ജ്യൂസ് നല്ല ഒന്ന് ജ്യൂസി ആയിപ്പോയി. കുറച്ചും കൂടി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരുന്നു നമുക്ക് വേണ്ടത്. ഏകദേശം ഒരു ലെയർ 2 ലെയറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അക്ഷമോനോട് കേട്ടോ എൻ്റെ ഒപ്പം. അവനെ പറ്റിക്കാനാണ് ഞാൻ ഐസ്ക്രീം ബോട്ടിൽ ജ്യൂസ് ഒഴിച്ചു കൊടുത്തത്. അതും കണ്ടുപിടിച്ചിട്ടാണ് ആ കരച്ചിലേ. പക്ഷേ സാധനം ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഗെയ്സ്. ഈ ചൂടത്തൊക്കെ പുറത്ത് പോയിട്ട് വന്നിട്ട് കുടിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഭയങ്കര യമ്മിയാണ്. എനിക്കും ഇവിടെ അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.